ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു പുള്ളിക്കാരത്തിയെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഒരു 5 വീക്സ് മുമ്പേ ഒരു പുള്ളിക്കാരത്തിയെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിക്ക് ഇവിടെ ആരുമില്ല, കാനഡയിൽ പുതിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാം. കാരണം എന്തായാലും കാനഡയിൽ പുതിയതാണ്, നമ്മളും കാനഡയിൽ പുതിയതായിട്ട് വന്ന സമയത്ത് നമ്മൾ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ. അതേപോലെ ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്കാരത്തിയെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു തവണ ഹെൽപ്പ് ചെയ്യാം എന്ന് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പായിരുന്നു. ബട്ട് വന്ന് ഒരു സെക്കൻഡ് കഴിച്ച് ഫാൻ ഒന്ന് ഓഫ് ചെയ്തോട്ടെ, ഭയങ്കര സൗണ്ട്. സോ വന്ന് ആ പുള്ളിക്കാരത്തി ഈ 1 ഡേ എന്നുള്ള ഹെൽപ്പ് ഡെയിലി ഉള്ള ഹെൽപ്പായിട്ട് മാറി. അങ്ങനെ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പരിധി കാണുമല്ലോ. ബട്ട് എന്നാലും പാവമില്ലേ. പിന്നെ ആഹാരത്തിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ തുണിയുടെ കാര്യമാണെങ്കിലും പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും നമ്മളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ യോജിയാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരുന്നു ഈ പുള്ളിക്കാരത്തിക്ക്. പിന്നെ ആദ്യം ജസ്റ്റ് ഇങ്ങനെ ചെറിയ ഹെൽപ്പായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ വന്ന് പുള്ളിക്കാരത്തി എല്ലാ കാര്യത്തിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പരിധിയൊക്കെ കാണത്തില്ലേ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ പതുക്കെ ഹെൽപ്പ് കുറയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഹരാസ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഹെൽപ്പ് ചെയ്തിങ്ങനെ കാറി വിളിച്ചിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് നാട്ടുകാരൊക്കെ എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളധികം ഹെൽപ്പ് ചെയ്യാതിരിക്കാനൊന്നും നോക്കിയില്ല. സോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്തോറും ഇവർ നമ്മൾ കുറച്ചും കൂടി ഡിമാൻഡിങ് ആവുക. ആദ്യം നമുക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് സ്പേസ് ഒന്നും തരാതെ ആയി. നമ്മുടെ പേഴ്സണൽ ലൈഫിലെല്ലാം ഇടപെട്ട് എല്ലാ കാര്യങ്ങളും അവർക്കറിയണം, എപ്പോഴും അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഇച്ചിരി ഒബ്സസീവ്നെസ് ആയിട്ടൊക്കെ തുടങ്ങിയായിരുന്നു. ബട്ട് എന്താ പറയുക, നമ്മൾ പിന്നെ എന്തായാലും ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോവുക. പിന്നെ ഇവരും പുള്ളിക്കാരത്തിയും കാനഡയിൽ പുതിയതായതുകൊണ്ട് നമ്മൾ ഒരുവിധം ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതാണ്. ബട്ട് ഇത് ഒരു തലവേദനയായി മാറി. ബട്ട് കുഴപ്പമില്ല, നമ്മൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയിലാണല്ലോ നമ്മൾ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയുക. ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്ത് തുടങ്ങിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണേ. വന്ന് ആക്ച്വലി അവർ നമ്മുടെ വീട്ടിൽ തന്നെ മൂവ് ഇൻ ചെയ്യാൻ നോക്കിയായിരുന്നു. പക്ഷേ അത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹൗസിങ്ങിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തിയോട് സ്പേസ് ചോദിച്ചേക്കുന്നത്. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. പിന്നെ ഈ പുള്ളിക്കാരത്തിക്ക് അങ്ങനെ ഇവിടെ വലിയ റിലേറ്റീവ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ ഒരു പുതിയതായിട്ട് ഒരാൾ ഇവിടെ വരുമ്പോഴത്തേക്കും അതും ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു കാര്യവും ചെയ്യാമായിരുന്നു. ഇവിടെ എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്ന പ്രാക്ടിക്കൽ അല്ല. പുള്ളിക്കാരത്തി ബഹളം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ സോറി ഞാൻ ഇത്രയും നേരം പരാതി പറഞ്ഞ പുള്ളിക്കാരത്തി ഇതാ ഇവിടെ ഉണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. അതെ, ഹലോ ചേച്ചി കാനഡ വന്നിട്ട് നമ്മളെല്ലാവരും ഉപദ്രവിക്കുകയാണോ? കനേഡിയൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാവോ? ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സജഷൻ പറയുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പുള്ളിക്കാരത്തിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡെയിലി ഓരോ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി കാനഡയിൽ പുതിയതായതുകൊണ്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയത്. ബട്ട് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകുക. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഒരു ഐഡിയ പറയുക, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ പുള്ളിക്കാരത്തിയെ കൊണ്ട്. സ്വന്തമായിട്ട് ആഹാരം പോലും മേടിക്കത്തില്ല, നമ്മളാണ് എല്ലാവരും മേടിച്ചു കൊടുക്കേണ്ടത്. സോ എനിവേസ് നിങ്ങൾ നീ വാ ഹേ ഗൈസ് പറയാം. വാ ഇവിടെ വാ. ഇവിടെ വേറെ ഒരാളുണ്ട്. ഈ പുള്ളിക്കാരത്തിയുടെ എന്തോ ബന്ധുവാണ്. ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ, നമ്മൾ മലയാളം ഒന്നും സംസാരിക്കില്ല അല്ലേ? മലയാളം അറിയാവോ? ഒരു വാക്ക് അറിഞ്ഞു വെച്ചിട്ടുണ്ട് അതേന്ന്. സോ ഗൈസ് കമൻറ്റ് സെക്ഷനിൽ പറയുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പുള്ളിക്കാരത്തിനെ കൊണ്ട്.
ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിവേസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് subscribe. Oh!